അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ഉത്രാടത്തിൻ്റെ മുക്കാല് അവസാനത്തെ 2, 3, 4 പാദങ്ങൾ ചേർന്നത് തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് നൂതന ചിന്തകൾ അഥവാ അവനവൻ്റെ പ്രൊഫഷനിലോ ജോലിയിലോ ഒക്കെ സൃഷ്ടിപരമായിട്ടുള്ള ചില പുതിയ ചിന്തകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ഈ മേഖലയിൽ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതായിട്ടും അവരിൽ മറ്റുള്ളവർ നമ്മുടെ മേലധികാരികളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നവരോ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വിശ്വാസം കൂടുകയും അതിനനുസരിച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരാനും സാധ്യതയുണ്ട്. കൂടുതൽ പരിശ്രമത്തോടു കൂടി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ കിട്ടേണ്ടതായിട്ടുള്ള ഫലം അനുഭവിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് വേണ്ടത്ര പരിശ്രമത്തോടൊപ്പം തന്നെ അതിൽ വേണ്ടത്ര ശ്രദ്ധയും ഉണ്ടാകണം. ധനപരമായിട്ട് അനുകൂലം തന്നെയാണ്. മറ്റ് കഷ്ടനഷ്ടങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കുടുംബത്തിൻ്റെ അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ, അതായത് കുടുംബാന്തരീക്ഷം ഒരു സുഖകരമായിട്ടുള്ള അവസ്ഥ തന്നെയായിരിക്കും. ആരോഗ്യപരമായിട്ട് മറ്റ് രോഗങ്ങളോ ഒന്നും വരാനില്ല എങ്കിൽ പോലും കുറച്ച് കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ, മാനസിക സ്ട്രെസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ശാസ്താവിനെ പൂജിക്കുക അഥവാ ശനി ഗ്രഹത്തിനുള്ള ഗ്രഹശാന്തി ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണപ്രദമാണ്.